ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പള്ളിക്കര പൂച്ചക്കാട്ടെ പ്രവാസിയായ വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായിട്ടൊരു വാർത്ത വൈറലാകുന്നത്. 20 മാസം മുമ്പ് നടന്ന ഒരു കൊലപാതകം. അന്വേഷണം ഏറ്റെടുത്ത കാസർഗോഡ് DCRB, DYSP, അതുപോലെ PK ജോൺസൺ ഇവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കുറ്റകൃത്യം തെളിയിച്ചത്. വെറും 2 മാസം നടത്തിയ അന്വേഷണത്തിൽ കൊല നടന്ന് 15 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ രംഗത്ത് വന്ന ആക്ഷൻ കമ്മിറ്റിയുടെ കൃത്യമായ ഇടപെടലാണ് അന്വേഷണം ശരിയായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിച്ചത്. ആത്മഹത്യയാണ് എന്ന് പറഞ്ഞ് തള്ളുമായിരുന്ന ദുരൂഹമരണം കൊലപാതകം എന്ന് തെളിയിക്കാൻ കഴിഞ്ഞത് ആക്ഷൻ കമ്മിറ്റിയും ബന്ധുക്കളും നൽകിയ രഹസ്യ വിവരങ്ങളെ തുടർന്നാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലെത്തിയപ്പോൾ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ അസൈനാർ ആമു ഹാജി, കൺവീനർ സുകുമാരൻ പൂച്ചക്കാട് എന്നിവരുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഗസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് നിവേദനം നൽകിയിരുന്നു. ഇതാണ് തുടർ നടപടികളിൽ വഴിത്തിരിവായത്. തുടർന്ന് ആക്ഷൻ കമ്മിറ്റി നേതാക്കളും കുടുംബവും ജില്ലാ പോലീസ് മേധാവിയെ സന്ദർശിച്ച് തങ്ങളുടെ സംശയങ്ങൾ ബോധ്യപ്പെടുത്തിയതിനെ തുടർന്നാണ് 2 മാസം മുമ്പ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കപ്പെടുന്നത്. 14 മാസം കേസ് അന്വേഷിച്ചത് ബേക്കൽ DYSPയുടെ നേതൃത്വത്തിലുള്ള ലോക്കൽ പോലീസ് ആയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് 2 മാസം അന്വേഷണം നടന്നില്ല. പിന്നാലെ 2 മാസം ജില്ലാ ക്രൈംബ്രാഞ്ച് DYSPയും അന്വേഷിച്ചു. ആൾക്ഷാമമാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ ബാധിച്ചത്. DCRB, DYSP ജോൺസണിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ഏറ്റെടുത്തതോടെ പ്രതികൾ അങ്കലാപ്പിലായി. കേസ് ഫയൽ കിട്ടിയതിനു ശേഷം അന്വേഷണ സംഘം 400-ലധികം പേരെ ചോദ്യം ചെയ്തു. തെളിവുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തി. ഫോൺ കോളുകൾ, CCTV ദൃശ്യങ്ങൾ എന്നിവയും തെളിവുകളായെത്തി. ഇതോടെ അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാനുള്ള നീക്കവും പ്രതികളിൽ നിന്നുണ്ടായി. അന്വേഷണ സംഘത്തലവനായ DYSP PK ജോൺസൺ മർദ്ദിച്ചു പരിക്കേൽപ്പിച്ചു എന്നാരോപിച്ച് 3-4 പ്രതികളായ അഫ്നസും ആയിഷയും കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും ചെങ്കള സഹകരണ ആശുപത്രിയിലും ചികിത്സ തേടി. പിന്നാലെ പ്രതിയായ മന്ത്രവാദിനി KH ഷെമീന, DYSPമാരായ ഉത്തം ദാസ്, KJ സൈമൺ, ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ അസൈനാർ, ആമു ഹാജി, കൺവീനർ സുകുമാരൻ പൂച്ചക്കാട് എന്നിവർക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. ഇവർ തങ്ങളെ ദ്രോഹിക്കുന്നു എന്നായിരുന്നു ഷെമീനയുടെ പരാതിയിൽ ഉണ്ടായിരുന്നത്. ഈ സംഭവങ്ങൾക്ക് പിന്നാലെ പ്രതികൾക്ക് കൊലപാതകവുമായിട്ടുള്ള ബന്ധം അന്വേഷണ സംഘം കൃത്യമായ തെളിവുകളോടുകൂടി കണ്ടെത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. അറസ്റ്റിലായ പ്രതികളെ ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് പൂച്ചക്കാട്ടെ വീട്ടിൽ കൊണ്ടുവന്നത്. 6:30 വരെ തെളിവെടുപ്പ് നീണ്ടു. ഗഫൂർ ഹാജിയുടെ ഭാര്യ ഷെരീഫ, മക്കളായ ഫാത്തിമത്ത് റഹ്മ, അതുപോലെ ഉമ്മ കുൽസൂം എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത്. ഈ അബ്ദുൽ ഗഫൂർ ഹാജിയുടെ ദുരൂഹ മരണത്തിൽ ആദ്യം സംശയിച്ചത് ഹണി ട്രാപ്പാണ്. ഹാജിയുടെ വീട്ടിലെ സന്ദർശകയായിരുന്ന മന്ത്രവാദിനി ജിന്നുമ്മ ഹണി ട്രാപ്പിലടക്കം നിരവധി തട്ടിപ്പുകളിൽ ഉൾപ്പെട്ട ക്രിമിനലായതാണ് സംശയമുയരാൻ കാരണം. ജിന്നുമ്മ എപ്പോഴും ഇരകളാക്കിയത് സമ്പന്നരെയായിരുന്നു. കാരണം തട്ടിപ്പ് നടന്നതായി തിരിച്ചറിഞ്ഞാലും മാനം പോകുമെന്ന് ഭയന്നൊന്നും പുറത്തു പറയാതെ സമ്പന്നർ വീഴുന്നു. കാഞ്ഞങ്ങാട് സ്വദേശിയായ പ്രവാസിയെ വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ചൗക്കിയിലേക്ക് കൊണ്ടുപോയി. ഹണി ട്രാപ്പിൽ കുടുക്കിയ സംഭവത്തിലും ഉദുമ സ്വദേശിയുടെ 16 പവൻ തട്ടിയെടുത്ത സംഭവത്തിലും ജിന്നുമ പ്രതിയായിരുന്നു. കാഞ്ഞങ്ങാട് സ്വദേശിയായ പ്രവാസിയുടെ മൊബൈൽ നമ്പർ കയ്യിലാക്കി അയാളെ വലയിൽപ്പെടുത്തി വശീകരിച്ച് കാസർഗോഡ് എത്തിച്ച ശേഷം ഭീഷണിപ്പെടുത്തി വസ്ത്രമഴിപ്പിച്ച് ഫോട്ടോ എടുത്ത് ചിത്രങ്ങൾ പരസ്യപ്പെടുത്താതിരിക്കാൻ 30 ലക്ഷം രൂപ ആവശ്യപ്പെട്ട കേസിലാണ് ജിന്നുമ ആദ്യം പ്രതിയായത്. കേസിൽ 14 ദിവസം യുവതി ജയിലിൽ കിടന്നിരുന്നു. അന്നൊപ്പം നിന്നവരാണ് ഇപ്പോഴത്തെ ആത്മീയ തട്ടിപ്പ് സംഘത്തിലുള്ളതെന്നും പോലീസ് പറഞ്ഞു. കാശുണ്ട് എന്ന് കണ്ടാലേ ജിന്നുമ്മയും സംഘവും നോട്ടമിടും. വിശദ വിവരങ്ങൾ ആദ്യം തന്നെ ഇവർ ശേഖരിക്കും. കുടുംബ പശ്ചാത്തലം അടക്കമുള്ള സകല വിവരങ്ങളും ഇതിലുണ്ടാകും. ശേഷം ജിന്നുമ്മയുടെ സവിശേഷതകൾ ഇരകളെ അറിയിക്കാനാകും ശ്രമം. സമ്പന്നരുടെ വീടുകളിലെത്തി മന്ത്രവാദിയായ ജിന്നുമ്മയാണ് തങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാക്കിയത് എന്ന് സംഘത്തിലെ ചിലരെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കും. കാസർഗോഡ് ജില്ലയിലെ ഒരുപാട് പണക്കാരുടെ വീടുകളിൽ ഈ സംഘം ഈ രൂപത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഒരിക്കൽ പോലും പിടിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ അമിത ആത്മവിശ്വാസവും ജനങ്ങൾ അറിഞ്ഞാൽ മാനം പോകും എന്ന് ഭയക്കുന്ന ദുരഭിമാനികളായ ആളുകളെയുമാണ് ഇവർ ലക്ഷ്യമിടുന്നത്. സമ്പന്നരായ പല ഇരകളും
തട്ടിപ്പിൽ വീഴുന്നതോടുകൂടി ഘട്ടം ഘട്ടമായി പണവും സ്വർണവും പിന്നീട് മാനവും ഒക്കെ ഇവരുടെ കയ്യിലാകും. സ്വർണ്ണ നിറമുള്ള കടലാസിൽ അറബി മന്ത്രം എഴുതിയിട്ടുള്ള തകിട് 55,000 രൂപ എന്ന് പറഞ്ഞാണ് മന്ത്രവാദിനിയായ ജിന്നുമ്മ ഈടാക്കിയിരുന്നത്. കുറെ തുള്ളലും ശരീരത്താരോ കേറി എന്ന് പറഞ്ഞ് എന്തൊക്കെയോ വിളിച്ചു പറയലും, ഇതിനു പുറമെ കൂടോത്രം കുഴിച്ചെടുക്കൽ, തകിട് കുഴിച്ചിടുക, ഇതെല്ലാം ഇതിനകത്തുണ്ടായിരുന്നു. ഇവിടെയും മതം തന്നെയാണ് വില്ലനായത്. ആത്മീയത തന്നെയാണ് ഇവരുടെ തട്ടിപ്പിന് ഏറ്റവും കൂടുതൽ ഇവർക്ക് സഹായകമായത്. അർദ്ധരാത്രിയിലാണ് ജിന്നുമ്മയ്ക്ക് മതമിളകുന്നത്. ആ ഇളക്കത്തിലാണ് ആരൊക്കെയോ ശരീരത്തിൽ കയറുന്നത്. അപ്പോഴാണ് പലതും വിളിച്ചു പറയുന്നത്. ഈ മന്ത്രവാദത്തിന് ശേഷം ജിന്നുമ്മ പാത്തുട്ടിയായി ഉറഞ്ഞു തുള്ളും. മലയാളം സംസാരിക്കുന്ന കർണാടകക്കാരിയാണ് പാത്തുട്ടി എന്നും പാത്തുട്ടിയുടെ ആത്മാവാണ് ജിന്നുമ്മയുടെ ശരീരത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നതെന്നും ഇവരുടെ കൂടെ ജയിലിൽ കിടന്ന കൂട്ടാളികളാണ് ഇപ്പോൾ ആത്മീയ തട്ടിപ്പിനുള്ളത്. അവരെ കൊണ്ട് മറ്റുള്ളവരെ പറഞ്ഞു വിശ്വസിപ്പിക്കും. ഈ പാത്തുട്ടിയായിട്ട് ഉറഞ്ഞു തുള്ളി പലതും വിളിച്ചു പറയുന്ന ജിന്നുമ്മ ഈ ഘട്ടത്തിൽ അവസാനത്തെ ചില പരിഹാര ക്രിയകൾ നിർദ്ദേശിക്കും. ഇതിനുശേഷമാണ് പ്രതികൾ സ്വർണവും പണവും കൈക്കലാക്കുന്നത്. മന്ത്രവാദത്തിന്റെ എല്ലാ ഘട്ടങ്ങളും അവസാനിക്കുമ്പോഴേക്കും വലിയ തുകയും സ്വർണവും പ്രതികൾ തട്ടിയെടുത്തിരിക്കും. തട്ടിപ്പിനിരയാകുന്നവരെല്ലാം സമ്പന്നരും സമൂഹത്തിൽ അറിയപ്പെടുന്നവരുമാണ്. അതുകൊണ്ടാണ് ഇതുവരെ ഈ വിഷയം ഉയർന്നു വരാത്തതും ആരും പരാതിയുമായി മുന്നോട്ട് വരാത്തതും. അബ്ദുൽ ഗഫൂറിന്റെ കൊലപാതകത്തിൽ മന്ത്രവാദിനിയായ യുവതി ഉൾപ്പെടെ 4 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂളിക്കുന്ന് സ്വദേശിനിയായ ജിന്നുമ്മ എന്ന ഷമീമ, ഇവരുടെ ഭർത്താവ് ഉബൈസ്, പൂച്ചക്കാട് സ്വദേശിനി അസ്നിഫ, മധൂർ സ്വദേശി ആയിഷ, ഇവരാണ് അറസ്റ്റിലായത്. സ്വർണം എത്ര നൽകിയാലും അത് ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞു. അബ്ദുൽ ഗഫൂറിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് പ്രതികൾ മന്ത്രവാദം നടത്തിയത്. സ്വർണം തികയാതെ വന്നപ്പോൾ ഇരട്ടിപ്പിക്കുന്നതിന് വേണ്ടി അബ്ദുൽ ഗഫൂർ കുടുംബത്തിലെ പല സ്ത്രീകളിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും പണം വാങ്ങി, സ്വർണവും വാങ്ങി. പണത്തിനോ സ്വർണത്തിനോ അധികം ആവശ്യമില്ലാതിരുന്ന ഗൾഫിലൊക്കെ ഒരുപാട് കമ്പനികളും സൂപ്പർ മാർക്കറ്റുകളും മറ്റ് ഫാക്ടറികളും ഒക്കെ ഉണ്ടായിരുന്ന വൻ വ്യവസായി, വമ്പൻ കോടീശ്വരൻ, ഇയാൾക്ക് എന്തിനാണ് സ്വർണവും പണവും എന്നൊക്കെ ആർക്കും സംശയമൊന്നും തോന്നിയതുമില്ല. മരണശേഷം ഈ സ്വർണമൊന്നും കാണാതായപ്പോഴാണ് കൂടുതൽ സംശയം തോന്നിയത് വീട്ടുകാർക്ക് തന്നെ. മകനാണ് ആദ്യം സംശയിച്ചത്. അപ്പോ 596 പവൻ സ്വർണത്തോളം ഇവരുടെ കയ്യിലായി. ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞു പറ്റിച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്വർണം തിരികെ ചോദിച്ചു തുടങ്ങി അബ്ദുൽ ഗഫൂർ. തിരികെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ സമാധാനം നഷ്ടപ്പെടും, ഇവരുടെ കള്ളം വെളിച്ചത്താകുമെന്ന് മനസ്സിലായപ്പോഴായിരുന്നു അബ്ദുൽ ഗഫൂറിനെ കൊന്നാൽ തങ്ങൾ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചത്. രക്ഷപ്പെടുമെന്ന് മാത്രമല്ല, 596 പവൻ കോടികൾ വില മതിക്കുന്ന പണമാണ്, സ്വർണമാണ്. അത്രയും പണം ഇവരുടെ കയ്യിൽ എത്തുകയും ചെയ്യും. അങ്ങനെ 2 കെട്ടിയ ജിന്നുമ്മ ഒരുപാട് മാന്ത്രിക ഗുണങ്ങൾ ഉണ്ട് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു. അത്യാഗ്രഹികൾ ചെന്നു വീണു. അവരുടെ മിടുക്ക് മാത്രമല്ല, അബ്ദുൽ ഗഫൂറിന്റെ കഴിവുകേടും അത്യാഗ്രഹവും ഇതിനകത്ത് പ്രകടമാണ്. നന്ദി.